വണ്ടി നമുക്ക് ഇത് 3,75,000 കൊടുക്കാം. 2012 സിംഗിൾ ഓണർ VDI അലേവിയിലും സ്കേർട്ടിങ്ങും സ്പോയിലറും എല്ലാം ചെയ്ത് ഇത് നമുക്ക് 2,70,000 2,65,000 നമുക്ക് ഫിക്സ്ഡ് ആയി. 2,65,000 ഇത് നമുക്ക് എല്ലാരും ഇത് 3,500,000 കൊടുക്കുന്നുണ്ട്. 3,25,000 ഇതും കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 3,400,000 ഓട്ടോമാറ്റിക് ഇത് നമുക്ക് ലാസ്റ്റ് 2,60,000 നമുക്ക് ഫിക്സ്ഡ് ആയി കൊടുക്കാം. 2,60,000 ഫൈനലായി കൊടുക്കും. പിന്നെ കുറക്കാണ്ടാവില്ല. നമുക്ക് എല്ലാവരും 1,40,000 നമുക്ക് ലാസ്റ്റ് ഫിക്സ്ഡ് ആയി കൊടുക്കാം. 1,40,000 30 വരെ പേപ്പറില സെക്കൻഡ് ഓണറിൽ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത അതും ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും. വീണ്ടും പുതിയ സ്റ്റോക്ക് ചെറുവണ്ടികൾ കാര്യങ്ങളല്ലേ? പുതിയ സ്റ്റോക്ക് ചെറുവണ്ടികൾ, സാധാരണക്കാര വണ്ടികൾ, ഒരു 4 സാധാരണക്കാര വണ്ടികൾ കയറിക്കണം. 4 ഉണ്ട്. ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ എല്ലാ വണ്ടികളും. ഇനിയിപ്പോ 7 സീറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് അങ്ങനെയും കൊടുക്കാം. ഒരു ഇതുമില്ല. 7 സീറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം, ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ വാഗനറുകൾ അതുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളാണ് 5,000 മാസം അടവരുള്ള 5,000-6,000 മറ്റേ EMI നമുക്ക് വാഗനർ കൊടുക്കാണ്ട്. ഇതൊക്കെ 5,000 മാസത്തിൽ അടവരുള്ളൂ. 5,000-6,000 അതെ EMI വരുള്ളൂ. ഓട്ടോമാറ്റിക് സാലറി തന്നെ അത് ഇതേമാതിരി 5,000-7,000 വരുള്ളൂ. അതെ. ഇനി നമ്മളെ ലൊക്കേഷൻ പറഞ്ഞാണ്. ലൊക്കേഷൻ നമ്മൾ വരുന്നത് പെരിന്തൽമണ്ണെന്ന് വരികയാണെങ്കിൽ പാണ്ടിക്കാട് എത്തുന്നതിന്റെ മുന്നേ ഒറവമ്പ്രം വില്ലേജ് പടി എന്ന സ്ഥലത്ത്. വില്ലേജ് പടി. അതെ, മലപ്പുറം ജില്ലയിലാണ്. പാണ്ടിക്കാട് വരുമ്പോ പെരിന്തൽമണ്ണ റോഡിലല്ലേ? ഒറവമ്പ്രം വില്ലേജ് പടി. അതെ. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷനും വിട്ടുകൊടുക്കുക. അവർക്ക് ഇനി വണ്ടി വാങ്ങുന്നതിന്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അത് പറ്റുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എവിടെ വേണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാം. അതിന്റെ പെട്രോൾ കാശ് മാത്രം കൊടുത്താൽ മതി. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ നമ്മളെക്കാളും വണ്ടിമ്മ ഒന്നും മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി അങ്ങനെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അത്രയും ഗ്യാരണ്ടിയാണ്. ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കുക. ഇനി അതേമാതിരി തന്നെ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് വിലക്കെട്ടിങ്ങാണ്ട് നമുക്ക് മാറ്റം ചെയ്തു കൊടുക്കാം. നല്ല വണ്ടി നോക്കി എടുക്കും ചെയ്യാം. പക്ഷെ കൊണ്ടുവന്ന നല്ല വണ്ടിയാണെന്നുള്ളൂ. നല്ല വണ്ടിയാണെന്നുള്ളൂ. അതിന്റെ മര്യാദ മാർക്കറ്റിൽ വെച്ചാണ്ട് നമുക്ക് വെച്ച് കൊടുക്കും ചെയ്യാലല്ലേ? അതെ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് പരിചയപ്പെടാം. വീണ്ടും ഓഫർ പോലെ കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണല്ലേ? ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ആയിരിക്കും. അതെ. 7 സീറ്റ് വണ്ടികളുണ്ട്, ചെറുവണ്ടികളുണ്ട്, എല്ലാം ഉണ്ടല്ലേ? ചെറുവണ്ടികള് ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട്. അതവര് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അവർക്ക് വേണ്ട കൊടുക്കുക, നമുക്ക് ഡെലിവറി വേണ്ട കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടികളും ഫുൾ ഗ്യാരണ്ടിയിലേക്ക് കൊടുക്കുക. എല്ലാം വണ്ടികൾ എന്ത് പ്രശ്നം നമ്മൾ പറഞ്ഞിട്ട് ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. നിലവിൽ നമ്മളെയൊക്കെ എല്ലാ വണ്ടിയൊന്നും ആക്സിഡന്റും റീപ്ലേസും ഒരു പരിപാടി ഒന്നുമില്ല. അതേപോലെ ആദ്യത്തെ വണ്ടിയല്ല അടിപൊളി 7 സീറ്റ് ഇലക്ട്രിക് ആണ്. അതും ഗോൾഡ് അങ്ങനെ സ്വർണ്ണം പൂശി വണ്ടില്ല. 2012 സിംഗിൾ ഓണർ എർട്ടിക VDI സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 12 മുകളിലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതും ഗോൾഡൻ കളറാണ്. KL 24,300 നമ്പർ ഉണ്ട്. അലൈമീനും സ്കേർട്ടിങ്ങും സ്പോയിലറും എല്ലാം ചെയ്ത് അടിപൊളി ക്വാളിറ്റിക്കാരൻ വണ്ടി. സ്കേർട്ടിങ് അലൈമീൻ ചെയ്തോളൂ. അലൈമീന് സ്കേർട്ടിങ് സ്പോയിലർ ഒക്കെ വണ്ടി ഇറങ്ങുമ്പോ കമ്പനിന്ന് അവർ ചെയ്ത വണ്ടിയാ. എത്ര ഓടിക്കണെന്നാലേ? ഇത് 1,41,000 കിലോമീറ്റർ ഓടിക്കുന്നു. 1,41 സിംഗിൾ ഓണർ. ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഒരു പരിപാടി നല്ല വൃത്തിലുണ്ട്. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള്, സീറ്റ് കാര്യങ്ങളൊക്കെ അവര് കമ്പനി ഇറക്കിയപ്പോ കയറ്റിയ സീറ്റ് കവർ കാര്യങ്ങളാണ്. അതെ. അതിന്റെ ചെറിയ ചെറിയൊരു പൊട്ടിന്റെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ട് സീറ്റ് കവറിൽ. ബാക്കിയുള്ള ഒറിജിനൽ കമ്പനി സീറ്റ് കവർ ഒരു കേടും ഇല്ലാത്ത അടിയിലുണ്ട്. നല്ല വൃത്തിലുണ്ട്. വണ്ടിയാണ്, നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. അതെ. അങ്ങനെ കാണാൻ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? വണ്ടി നമുക്കിത് 3,70,000 കൊടുക്കാം. 2012 സിംഗിൾ ഓണർ VDI അലേവിയിലും സ്കേർട്ടിങ്ങും സ്പോയിലറും എല്ലാം ചെയ്ത് 40,000-50,000 എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെ കയറ്റി. അത് അവർ വണ്ടി എടുത്തുമ്പോ കമ്പനിന്ന്
ചെയ്താണല്ലേ 3.25 ലക്ഷം രൂപയ്ക്ക് 7 സീറ്റ് എർട്ടിഗ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി കൊടുക്കാം. ഡീസൽ വണ്ടി ഇപ്പൊ ലോണൊക്കെ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 2.25-3 ഉറുപ്പിയൊക്കെ സിവിലും ബാങ്കിങ്ങും ഒക്കെ ലോൺ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, അവർക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചെങ്കിൽ ഡെലിവറിയും കൊടുക്കാം. വെറും 10-15,000 രൂപ 80,000 രൂപ അല്ലെ 50,000 രൂപ വണ്ടി ഇറങ്ങൂല. മുടക്കിൽ വണ്ടി ഇറക്കി. അതെ, ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം 10 രൂപ മൈലേജും കിട്ടും. അതെ, അതേ മാർക്ക് തന്നെ വെള്ളക്കളർ സെലറി ഉണ്ടല്ലോ. സെലേറിയോ 2015 ലാസ്റ്റ് VXi ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഒരുപാട് ആൾക്കാർ നമ്മളോട് വിളിച്ചു വെച്ചാൽ ഓട്ടോമാറ്റിക് ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും. ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും. നമ്മളൊക്കെ 2 നിലവിലുണ്ടായിരുന്നു. അത് 2 സോൾഡ് ആയി പോയി. കൊടുത്തു 17-ഉം 14 ഒക്കെ ഉണ്ടായിരുന്നു. ഇനി 15 ഉള്ളൂ. അതെ, ഇപ്പൊ പുതിയ വന്നാണിത്. പുതിയ സ്റ്റോക്ക് കയറിയതാണ്. അതെ, എത്ര ഓടിക്കണമെന്നാല്? ഇത് 1,11,000 കിലോമീറ്റർ ഓടിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയറ് കാര്യങ്ങളൊക്കെ ഒരു 70-75% ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും. ഓട്ടോമാറ്റിക് സെലറി ആണ്. ഓട്ടോമാറ്റിക് സെലറി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് എല്ലാരും ഇത് 3.5-3.25 കൊടുക്കുന്നുണ്ട്. 3,25,000 റുപ്യക്ക് ഇതും കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. 3.25 ലക്ഷം റുപ്യക്ക് സെലറി ഓട്ടോമാറ്റിക് കൊടുക്കും. എല്ലാവർക്കും പറ്റും വണ്ടിയില്ലേ? സിവിലും ബാങ്കിങ്ങും ഒക്കെ ഒരു 3 ലക്ഷം റുപ്യ ലോണും കയറ്റി കൊടുക്കാം. 3 ലക്ഷം. വേറെ 25,000 റുപ്യക്ക് ഓട്ടോമാറ്റിക് സെലറിയെ കൊണ്ടുപോകാം. അതെ, അത്രയും ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കും. മേജർ ആക്സിഡന്റോ തട്ടുമുട്ടോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത. അതെ, ഇനിയിപ്പോ വരാൻ കഴിയില്ല. ഞങ്ങൾ പെരീക്കെത്തിച്ചു കൊടുക്കും. അത് നമുക്ക് വണ്ടി കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പറയുന്നവർക്ക് വണ്ടി എത്തിച്ചു കൊടുക്കുക. അതിന്റെ പെട്രോൾ കായ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അതേ മാർക്കാണ് സെന്നസ്റ്റിലുണ്ടല്ലോ. സെന്നസ്റ്റിലോ 2010-12 മാസം വണ്ടി. 12 മാസം 2010 LXi 12 മാസം വണ്ടി. തട്ടുമുട്ടോ റീപ്ലേസോ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ്. പേപ്പർ 2030 ഡിസംബർ വരെ ഉണ്ടാവും. 30 ഡിസംബർ വരെ പേപ്പറിലെ സെന്നസ്റ്റിലാണ്. മിനി ഇന്നോവ. അതാ സെന്നസ്റ്റില് ഏറ്റവും മാർക്കറ്റിലെ കളറ്. അതെ, ഗ്രേ കളർ അല്ല കോഫി കളർ. അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2 പുത്തൻ ടയർ മുന്നിൽ പുതിയതുണ്ട്. സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്ത് ലോക്ക് എല്ലാം ചെയ്തോണ്ടല്ലേ. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. എല്ലാം വരുന്ന വണ്ടി. എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നുമില്ല. എടുക്കുന്നവർക്ക് പണി കാര്യമൊന്നുമില്ല. കൊണ്ടുപോകുക, എണ്ണടിച്ചാ പോട്ടെ. അത്ര മാത്രം ചെയ്താൽ അത് നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. അതാ ഗ്യാരണ്ടി. അങ്ങനെയൊക്കെയാണ് ഈ സെന്നസിലൊക്കെ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? സെന്നസിലോക്ക് നമുക്ക് എല്ലാവർക്കും 1.40 നമുക്ക് ലാസ്റ്റ് ഫിക്സഡ് ആയി കൊടുക്കാം. 1,40,000 റുപ്യക്ക് 30 വരെ പേപ്പറില സെക്കൻഡ് ഓണറിൽ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത. അതും ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും. അതെ, റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരണ്ടി ആണല്ലോ. റീപ്ലേസ് ഇല്ല. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ നമുക്ക് സീരീസ് എഞ്ചിൻ ആവുകൊണ്ട് 17-18 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. പറഞ്ഞു കൊടുക്കാം. അതെ, അതേ മാർക്കാണ് വെള്ള കളർ വാഗണർ ആണല്ലോ. വാഗണർ 2013-12 മാസം VXi. 13-12 മാസം VXi കൊണ്ടാണല്ലേ. അതെ, എത്ര ഓടികള്? ഇത് ഓട്ടം 72,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്രയോ? ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് ഇത് 4ാമത്തെ ഓണർഷിപ്പാണ്. അത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 3-4 ഒരു അഡ്രസ്സിൽ മാറി ആയതാണ്. അതുകൊണ്ടാണല്ലേ. അത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം. വണ്ടിന്റെ ക്വാളിറ്റിയും കാര്യവും കണ്ടാൽ തന്നെ ഒരു 4ാമത്തെ ഓണർഷിപ്പാണ്. 4 ആൾ ഓടിച്ചിരിക്കുന്നില്ല പറയൂല. അത്രയും ക്വാളിറ്റിക്കാരൻ. LCD റിവേഴ്സ് ക്യാമറ HD റിവേഴ്സ് ക്യാമറ. അതെ, LCD ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, എല്ലാം ചെയ്തോണ്ടില്ല. എല്ലാം ചെയ്ത വാഗണർ. അതെ, 2013 VXi. 13 മോഡൽ VXi ആണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഫുൾ പക്ക വണ്ടിയില്ല. പക്ക വണ്ടി. 13 മോഡൽ 12 മാസം വണ്ടി. അതെ, 14 പക്കത്ത് നിക്കണില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നുമില്ല. എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് ലാസ്റ്റ് 2,60,000 റുപ്യക്ക് നമുക്ക് ഫിക്സഡ് ആയി കൊടുക്കാം. 2,60,000 റുപ്യ ഫൈനലായി കൊടുക്കും. പിന്നെ കുറക്കാണ്ടാവില്ല. ഒന്നും കുറക്കാണ്ടില്ല. 2,60,000 റുപ്യ മാക്സിമം മുട്ടിച്ചു കൊടുക്കാം. അതിന് മാക്സിമം ലോൺ ചെയ്തു കൊടുക്കും. മാക്സിമം ലോൺ വരും. ചിലപ്പോ 10,000-50,000 മുടക്കിൽ ഇറങ്ങാം. 50,000-60,000 മുടക്കില് വണ്ടി ഇറക്കാം. അതെ, 10-18 എന്തായാലും മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ. ഇത് സീരീസ് ഇഞ്ചാലേ 18 കിലോമീറ്റർ എന്തായാലും മൈലേജും കിട്ടും. അതെ, പിന്നെ ഹൈറ്റിൽ ഇരുന്ന് സീറ്റ് ഹൈറ്റ് ഉണ്ടാകുകൊണ്ട് നീളല്ലോർക്കും കജ്ജും കാലും നീളല്ലോർക്കും ഒക്കെ ഓടിക്കാനും ഇപ്പൊ ലേഡീസുകാർക്ക് വണ്ടി ഡ്രൈവിംഗ് പഠിച്ചവർക്ക് കൊണ്ടിറക്കാം. എല്ലാത്തിനും സുഖമല്ലോ വണ്ടി. പറ്റുണ്ടല്ലേ. ഫ്രണ്ടിലെല്ലാം കണ്ടുപോകല. എല്ലാം കണ്ടുപോകാം. അതെ, അതേ മാർഗം വീണ്ടും വാഗണറാണല്ലോ. വാഗണർ 2015 മോഡല് 16 റേസർ LXi ഉണ്ടല്ലേ. 3rd ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത
ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. എത്ര ഓടിക്കണമെന്നാല്? ഇത് 1,07,000 കിലോമീറ്റർ ഓടിക്കുന്നത്. നിലവിൽ ഓടിക്കുന്നുണ്ട്. തേർഡ് ഓണർഷിപ്പ്, LXI വേരിയന്റ്, പുതിയ സീറ്റ് കവർ കാര്യങ്ങള്, ആവറേജ് ടയറും കാര്യങ്ങളും ഒക്കെ അല്ല വണ്ടി. ഓ അടിപൊളി സീറ്റ് കവറുകളൊക്കെ ചെയ്തോണ്ടല്ലേ സീറ്റ് കവർ എടുക്കുന്നവർക്ക് ഞാൻ പണി കാര്യങ്ങളൊന്നും എടുക്കാം. ഒന്നുമില്ല. അത് നമ്മള് ഗ്യാരണ്ടി കൊടുക്കൂല? എല്ലാം ഗ്യാരണ്ടി കൊടുക്കാം. അത് റീപ്ലേസും ഇല്ല, ഒന്നുമില്ല, നല്ല വൃത്തിയിലുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങൾ ചോദിക്കണല്ലോ. പിന്നെ ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മൾ നമ്പർ ഒന്നിന്റെ മറിച്ചിട്ടില്ല, അവർക്ക് ആർക്കാൻ വേണ്ടി വെച്ചെങ്കിൽ നോക്കാം. ചെക്ക് ചെയ്തെടുക്കും ചെയ്യാം. നമ്മളൊരു വണ്ടിന്റെ ഹിസ്റ്ററി നോക്കലില്ല. അതെ, വണ്ടിമ്മ കണ്ട കാര്യങ്ങൾ പറഞ്ഞുകാണ്ട് കൊടുക്കുള്ളൂ. നമ്മൾ പറഞ്ഞതിന് അപ്പുറത്തും ഉണ്ടാവില്ല, അതാ ഗ്യാരണ്ടി. നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഹിസ്റ്ററി നമ്മൾ നോക്കലില്ല. ഒരു വണ്ടിന്റെ നമ്പർ മറിച്ചിട്ടില്ല. ഏത് ആർക്കും ആണെങ്കിലും ചെക്ക് ചെയ്യാം. അതിമല്ലാതെ എന്താ ഇല്ലെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്ത് എടുക്കും ചെയ്യാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 2,70,000 2,65,000 രൂപ നമുക്ക് ഫിക്സഡ് ആയി. 2,70,000 2,65,000 ഫൈനലായിട്ട് ഫിക്സഡ് ആയി കൊടുക്കാം. ഇനി ലോണൊക്കെ എത്ര കയറും? ലോണും കയറും 2,500 രൂപയ്ക്ക് ലോണും കയറും. മാക്സിമം ലോൺ കയറും. ആൾക്കാർ വന്നാൽ മാത്രം മതി. ഓരെടുക്കുന്ന കണ്ട മാക്സിമം വില നമുക്ക് വില മുട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോ വരാൻ കഴിയില്ല നമ്മൾ ആൾക്കാരുടെ കേരള അവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ഡെലിവറിയും കൊടുക്കാം. അതിന്റെ പെട്രോൾ കാശ് മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോ എടുക്കുമ്പോ എത്ര വർഷം കിട്ടും? 3 വർഷം അടവ് കിട്ടുമ്പോ ലോൺ എത്തുമ്പോ 3-3.5 വർഷം കയറും. 2016 അതെ. അപ്പൊ അങ്ങനെ 5 രൂപ 6 രൂപയൊക്കെ നമുക്ക് അടച്ചു തീർക്കാം. അത്ര വരുള്ളൂ അല്ലേ? അത് നമ്മള് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ അവര് ബാങ്കിങ്ങും മറ്റേ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവർക്ക് മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാല്ലേ? അതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കടന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.